വിചാരണ കോടതികളിൽ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കാനുള്ള ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ സർക്കുലറായി പുറത്തിറക്കണമെന്ന് സംസ്ഥാന സർക്കാർ. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മെമ്മറി കാർഡ് ദുരുപയോഗം ചെയ്തെന്ന കേസിൽ സർക്കാർ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് അപ്ഡേറ്റ്സ് നൽകുന്നു. ശ്രീകാന്ത്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഗുഡ് മോർണിംഗ് അഗൈൻ. ഈ കേസ് ഒരു വല്ലാത്ത കുഴഞ്ഞ മറിഞ്ഞ സംഭവമാണ്. കാരണം നമ്മുടെ ഈ കോടതികളിലൊക്കെ തന്നെ സമർപ്പിക്കുന്ന തെളിവുകളും രേഖകളും ഒക്കെ പല ഘട്ടങ്ങളിലും കാണാതാവുക അല്ലെങ്കിൽ പുറത്തു പോവുക എന്നുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. അതൊരു സത്യമാണ്. അത് അംഗീകരിച്ചേ തീരുകയും ചെയ്യൂ. ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ഒരു പ്രമാദമായ കേസ്, ഈ നടി ആക്രമിച്ച കേസ് പോലെ ഒരു കേസിലെ രേഖകൾ പോലും പുറത്തുപോയി, അതിലെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുപോയി എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുകയും അത് തെളിയിക്കപ്പെടുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ സർക്കാർ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. സർക്കാർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്: ഈ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിന് ഒരു സർക്കുലർ വേണം എന്ന് ഹൈക്കോടതിയിൽ അവർ ആവശ്യപ്പെടുന്നു. മെമ്മറി കാർഡ് കേസിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങൾ സർക്കുലറായി കീഴ്ക്കോടതികൾക്ക് നൽകണം. ഇതാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. സെഷൻസ് കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്നിവർക്ക് സർക്കുലർ ബാധകമാക്കണം എന്നും ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. സർക്കുലർ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകണം എന്നും സർക്കാർ പറയുന്നു. എന്തായാലും ഇന്ന് ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഒരു പക്ഷേ കോടതി ഇതിൽ ചില പരാമർശങ്ങൾ നടത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്: ഈ കോടതിയിലൊക്കെ വയ്ക്കുന്ന രേഖകൾ, തെളിവുകൾ, ദൃശ്യങ്ങൾ ഇതൊക്കെ പുറത്തു പോകുന്നത് ഒട്ടും നല്ല കാര്യമല്ല. താങ്ക് യു ശ്രീകാന്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.